പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെ ഭാരതം ഒരു വലിയ അപകടത്തിലാണോ? സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നത് പോലെ നമ്മൾ ഇറാന്റെ പക്ഷം ചേർന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ തള്ളി പറയണം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാണെന്നും വിദേശ നയം പരാജയമാണെന്നും പറഞ്ഞ് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പച്ചയായി വെട്ടിത്തുറന്ന് സംസാരിക്കാൻ പോകുന്നത് ഭാരതത്തിന്റെ അതിജീവനത്തെക്കുറിച്ചാണ്. രാജ്യത്തിനകത്തെ ഒറ്റുകാരെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം കെട്ടിപ്പടുത്ത പുതിയ സാമ്രാജ്യത്തെക്കുറിച്ചും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ കഥയാണ്. ചില ഒറ്റുകാരന്മാരുടെ മുഖം നമുക്ക് വലിച്ചു കയറാം. മാർച്ച് 3-ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രത്തിൽ സോണിയാഗാന്ധി എഴുതിയൊരു ലേഖനം വരുന്നു. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എഴുതുന്ന ലേഖനം അതിലുപരി ഭാരതത്തിന്റെ വിദേശ നയത്തെ അട്ടിമറിക്കാനുള്ള ഒരു ടൂൾ കിറ്റായി നമുക്ക് അതിനെ കാണേണ്ടി വരും. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച ഇസ്രായേൽ അമേരിക്കൻ നടപടിയെ ഭാരത സർക്കാർ ഔദ്യോഗികമായി അപലപിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. എന്താണ് ഇതിന്റെ അർത്ഥം? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം ഇറാന്റെ മത നേതൃത്വത്തിന് വേണ്ടി വാദിക്കണമെന്നായിരുന്നോ ഇവർ ഉദ്ദേശിക്കുന്നത്? അമേരിക്കയും ഇസ്രയേലും ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത പ്രതിരോധ സാങ്കേതിക പങ്കാളികളാണ്. ഒരു മത നേതാവിന്റെ വധത്തിനെ ചൊല്ലി ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാക്കിയാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക? നിശ്ചയമായും അത് ചൈനയ്ക്കും പാകിസ്ഥാനും മാത്രമാണ് ഗുണകരമാവുക. നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കാം. ഭാരതത്തിന്റെ 3 കോടിയിലധികം വരുന്ന ഷിയ മുസ്ലിങ്ങളുടെ മതവികാരത്തെ ഇളക്കിവിട്ട് അവരെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ? ചോദ്യങ്ങൾ വളരെ സിമ്പിളാണ്, ഉത്തരവ് സിമ്പിളാണ്. അതെ, അത് മാത്രമാണ് കാര്യം. ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രയേലിലും അമേരിക്കയിലുമായി കഴിയുന്ന കോടിക്കണക്കിന് ഭാരതീയരുടെ സുരക്ഷയെക്കുറിച്ച് സോണിയാഗാന്ധിക്ക് വല്ല ചിന്തയുണ്ടോ? ഒരു ഏകപക്ഷീയമായ നിലപാടെടുത്താൽ ഈ പ്രവാസികൾ നേരിടേണ്ടി വരുന്നത് ആ ഒരു പ്രത്യാഘാതങ്ങൾ ആരേറ്റെടുക്കും? ഈ പറയുന്ന സോണിയ ഏറ്റെടുക്കുമോ? വത്തിക്കാൻ ഭരണാധികാരി കൂടിയായ മാർപ്പാപ്പ അന്തരിക്കുമ്പോൾ ലോകം അനുശോചനം രേഖപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ തലവൻ കൂടി ആയതുകൊണ്ടാണ്. എന്നാൽ ഖമേനിയുടെ കാര്യത്തിൽ ഓരോ രാജ്യവും നിലപാടെടുക്കുന്നത് അവരുടെ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ്. ചൈനയും റഷ്യയും അപലപിച്ചു എന്ന് കരുതി ഭാരതം അത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ താല്പര്യം നമ്മുടെ ജനങ്ങളാണ്, ഇറാന്റെ നിയമങ്ങളല്ല. സോണിയാഗാന്ധി പത്രത്തിലൂടെ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുമ്പോൾ മകൻ രാഹുൽ ഗാന്ധി തെരുവിലിറങ്ങി ഭീതി പടർത്തുകയാണ്. പാർലമെന്റിൽ മോദിയെ കാണാനില്ല, രാജ്യത്ത് സിലിണ്ടർ കാണാനില്ല. ഈ പേരിൽ അദ്ദേഹം പാർലമെന്റിന്റെ പടിയിൽ ധർണ നടത്തി. സത്യം എന്താണ്? മിഡിൽ ഈസ്റ്റിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഭാരതത്തിൽ എവിടെയെങ്കിലും പാചകവാതത്തിനോ ഇന്ധനത്തിനോ വല്ല ക്ഷാമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പലരും ഈ ഒരു അവസരം മുതലെടുത്ത് പൂഴ്ത്തിവെപ്പ് നടത്തുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് സത്യമാണോ? യൂറോപ്പിലെ വികസിത രാജ്യങ്ങൾ പോലും ഇന്ധന വിലയിൽ പൊള്ളുമ്പോൾ, പാകിസ്ഥാൻ ഇരുട്ടിൽ മുങ്ങുമ്പോൾ ഭാരതത്തിൽ പെട്രോൾ പമ്പുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നു. എന്നിട്ടും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാണ് എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് ആരെ സഹിക്കാനാണ്? അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തപ്പോൾ പ്രധാനമന്ത്രി മൗനം പാലിച്ചു എന്നാണ് മറ്റൊരു ആരോപണം. എന്നാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയതുപോലെ ആ കപ്പലിന് ഭാരതം നേരത്തെ തന്നെ മാനുഷിക വാഗ്ദാനം ചെയ്തിരുന്നു. ഭാരതം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യമാണ്, നമ്മൾ ആരെയും അനാവശ്യമായി പ്രകോപിപ്പിക്കില്ല, എന്നാൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലി കഴിപ്പിച്ച് ആരെയും പ്രീണിപ്പിക്കുകയുമില്ല. മോദിജി ട്രംപിന് മുന്നിൽ വളയുന്നത് നിർത്തും. എന്നിട്ട് വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധി കാണാത്തത് അമേരിക്ക പോലും ഭാരതത്തിന്റെ നിലപാടുകളെ ബഹുമാനിക്കുന്ന കാഴ്ചയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ എന്റെ ജനങ്ങളുടെ താല്പര്യമാണ് എനിക്ക് വലുതെന്ന് പറയാൻ ആർജവം കാണിച്ച മോദി സർക്കാരിനെയാണ് അദ്ദേഹം വളയുന്നു എന്ന് ആക്ഷേപിക്കുന്നത്. അതായത് മുട്ടുമടക്കുന്നു, അദ്ദേഹത്തിന് മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ഇന്ധനക്ഷാമം ഇല്ലാത്തത്? ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ഭരണകാലത്ത് നമ്മൾ ഏതാനും ചില രാജ്യങ്ങളെ, അതായത് സൗദി, ഇറാഖ്, ഇറാൻ മാത്രമാണ് നമ്മൾ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത്. ആ രാജ്യങ്ങളിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഭാരതത്തിൽ വില കൂടുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മോദി സർക്കാർ ചെയ്തത് വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ്. വൈവിധ്യവൽക്കരണം. ഇതിനെപ്പറ്റി ഞാനൊരു 100 തവണ സംസാരിച്ചിട്ടുണ്ട്, എങ്കിൽ കൂടി ഇതിൽ എനിക്ക് വിട്ടുപോകാൻ സാധിക്കില്ല. ഇന്ന് ഭാരതം 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്ക, റഷ്യ എന്നിങ്ങനെ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും നമുക്ക് എണ്ണ വരുന്നുണ്ട്. റഷ്യൻ എണ്ണയുടെ തന്ത്രപരമായ ഉപയോഗമാണ് മറ്റൊന്ന്. ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ ഭാരതം റഷ്യയിൽ നിന്നും വൻതോതിലാണ് എണ്ണ വാങ്ങിയത്. ഇത് നമ്മുടെ വിദേശ നാണ്യശേഖരം ലാഭിക്കാനും ആഭ്യന്തര വിപണിയിൽ വില നിയന്ത്രിക്കാനും സഹായിച്ചു. പിന്നെ തന്ത്രപരമായ എണ്ണ ശേഖരം വേറെ. യുദ്ധകാലത്ത് ഉപയോഗിക്കാൻ ഭൂഗർഭ അറകളിൽ ലക്ഷക്കണക്കിന് ടൺ എണ്ണ ഭാരതം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഈ മുൻകരുതലുകൾ കാരണമാണ് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടും ഭാരതം കുലുങ്ങാത്തത്.
യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ധനത്തിന് വേണ്ടി വലയുമ്പോൾ ഭാരതം സുരക്ഷിതമായിരിക്കുന്നത് ഈ ദീർഘവീക്ഷണം കൊണ്ട് മാത്രമാണ്. ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം ഇറാൻ തടസ്സപ്പെടുത്തിയപ്പോൾ ലോകം വിറച്ചു. കാരണം ലോകത്തെ എണ്ണയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ആ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. ഇവിടെയാണ് ഭാരതത്തിന്റെ നയതന്ത്ര കരുത്ത് തെളിഞ്ഞത്. ഇറാനിലെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയുമായി മോദി സർക്കാർ നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ട് ഭാരതത്തിലേക്കുള്ള ഇന്ധന കപ്പലുകൾ വിട്ടു നൽകാൻ ഇറാൻ തയ്യാറായി. 93,000 മെട്രിക് ടൺ LPG-യുമായി 2 കപ്പലുകൾ ഭാരത തീരത്ത് എത്തിക്കഴിഞ്ഞു. മറ്റ് 22 കപ്പലുകൾ വരാനിരിക്കുന്നു. ഇതിനെ ഇറാന്റെ ഔദാര്യം എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സത്യം അതല്ല. ഭാരതം അമേരിക്കൻ സഖ്യത്തിൽ ചേർന്ന് ഇറാനെതിരെ സൈനിക നടപടിക്ക് മുതിരാത്തത് ഭാരതം ഇറാന് നൽകുന്ന ഔദാര്യമാണ്. ഇനിയും ഭാരതത്തിന്റെ കപ്പലുകൾ തടഞ്ഞാൽ ഏതൊരു രാജ്യത്തെയും പോലെ തിരിച്ചടിക്കാനുള്ള കരുത്ത് ഇന്ന് ഭാരതത്തിനുണ്ട്. ഒന്ന് വിരൽ ഞൊടിക്കുന്ന വേഗത്തിൽ. ഇറാന്റെ ഉറ്റ സുഹൃത്തായ ചൈന പോലും ഈ വിഷയത്തിൽ ഇറാനെ പൂർണ്ണമായി പിന്തുണയ്ക്കാതെ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ഇറാന്റെ വക്താക്കളാകുന്നത്. ഭാരതം വെറും പെട്രോളിലും ഡീസലിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ നയങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സൗരോർജ്ജം, ലോകത്തെ ഏറ്റവും വലിയ സോളാർ പാർക്കുകൾ ഭാരതത്തിലാണ്. ഹൈഡ്രജൻ മിഷൻ, ഭാവിയിലെ ഇന്ധനമായ ഗ്രീൻ ഹൈഡ്രജനിൽ ഭാരതം ലോക നേതാവാകാൻ ഒരുങ്ങുകയാണ്. എത്തനോൾ ബ്ലെൻഡിംഗ്, പെട്രോളിൽ എത്തനോൾ കലർത്തുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യമാണ് ലാഭിക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാള്, ഭൂട്ടാൻ എന്നിവർക്കും ഇന്ധനം നൽകി സഹായിക്കുന്നത് നമ്മുടെ രാജ്യമാണ്. ഒരു വിശ്വഗുരുവായി ഭാരതം മാറുന്നത് വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു വശത്ത് രാജ്യത്തെ ലോകശക്തിയാക്കാനായി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ഒരു സർക്കാരും, മറുവശത്ത് ആ ഭരണത്തെ തകർക്കാനായി വിദേശ രാജ്യങ്ങളുടെ ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷവും കണ്ടു നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലെ? രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമുള്ളൂ. എന്തിനാ നിങ്ങൾ ഈ ജനങ്ങളിൽ ഇങ്ങനെ ഭീതി പടർത്തുന്നത്? എന്തിനാണ് അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തെ ഇങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുന്നവരാണോ? ഈ രാജ്യത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂറുണ്ടോ? രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ വലുതാണോ നിങ്ങൾക്ക് ചില പ്രത്യേക വോട്ട് ബാങ്കുകൾ? ജയിക്കാനായി എന്തും ചെയ്യുന്ന നാണം കെട്ടൊരു പ്രവൃത്തിയല്ല ഇതെല്ലാം. രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടത്. എന്നാൽ കോൺഗ്രസ് ചെയ്യുന്നത് ആഭ്യന്തരമായി കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ വേണ്ടി ഗുണകരമായ സാഹചര്യം ഒരുക്കുകയാണ് ഇവർ. ഭാരതം പഴയ ഭാരതമല്ല, ഇത് പുതിയ ഭാരതമാണ്. ആരെയും പേടിക്കാത്ത, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അറിയാവുന്ന ഭാരതം. നയതന്ത്രത്തിലും ഊർജ്ജ സുരക്ഷയിലും നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ യാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തന്നെ എറിയപ്പെടും. ഈ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പ്രതിഷേധങ്ങൾ തന്നെ ആകട്ടെ. ഭാരതത്തിന്റെ വിദേശ നയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോൺഗ്രസിന്റെ ഇത്തരം നിലപാടുകൾ രാജ്യത്തിന് ഗുണകരമാണോ? ഈ സത്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.